ഗുഡ് മോർണിംഗ് മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ഒരു സൺഡേ മോർണിംഗ് വൈബ്രൻ്റ് ആയിട്ട് തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേഷൻ ക്ലോക്കിൽ കറക്റ്റ് 7 മണി അടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ തന്നെയുള്ളത് RJ അനഘയാണ്. എൻ്റെ കൂടെ ഇന്നുണ്ട് RJ ഷെരീഫ, RJ അബ്ദുൾ റഹ്മാൻ, RJ ഹബീബ്. കേട്ടുകൊണ്ടേയിരിക്കുന്നത് 61.8 യുവർ FM ആണ്. ഇന്നത്തെ ഒരു മെയ് 2 സൺഡേ ചിലരെല്ലാം തന്നെ രാവിലെ തൊട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലരെങ്കിലും ഇതൊന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മാതൃദിനമാണ്, മദേഴ്സ് ഡേ. നമ്മുടെ ഘാതകൻ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് KR മീര പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മ എന്ന ആശയം പലർക്കും പലതാണെന്നുള്ളത്. സത്യപ്രിയ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്നു. അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ അമ്മ എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഡിഫറെന്റ് മീനിങ് ആയിരിക്കുമല്ലോ. അബ്ദുറഹ്മാൻ സാറിന് എന്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എല്ലാവർക്കും കണ്ണീരോടെ ഓർക്കാൻ പല പല ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും അമ്മമാരെ കുറിച്ച് ഉണ്ടായിരിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുക്കെ അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവർക്കായി മാത്രം ജീവിതം കഴിക്കുന്നവരാണല്ലോ അവർ. പുഞ്ചിരി പൊഴിക്കുന്ന കാഞ്ചന മുഖവുമായി അമ്മ നൽകുന്ന പുത്തൻ ചൈതന്യം മറ്റെവിടെയും ദർശിക്കാനാവില്ല. പ്രസാദാത്മകമായ ആ ശാന്തശീലത്തിനപ്പുറം മറ്റൊരു മധുരമുണ്ടോ? ഏത് തെറ്റിനും മാപ്പ് നൽകുന്ന ഒരേ ഒരു കോടതിയാണ് മാതൃഹൃദയം എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാവുമോ? ഹബീബ് സാറിലേക്ക് വരാം. സാറിൻ്റെ ഒരു അമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചോറാണ് എൻ്റെ ഉമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ എൻ്റെ ഫാമിലി നാട്ടിലില്ലാത്തത് കാരണമാവാം ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നതെങ്കിലും ഓരോ സമയത്തും ഭക്ഷണത്തിന് വേണ്ടി ഉമ്മ വിളിക്കുമ്പോഴാണ് ഞാൻ ഭക്ഷണത്തിന് സമയമായി എന്നറിയുന്നത്. അപ്പോൾ ആ ഒരു മാതൃസ്നേഹം ആ നിലയ്ക്ക് ഞാൻ അനുഭവിച്ചറിയുന്നതാണ് ദിനേന. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റാണ് എനിക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. ഒരമ്മ എന്നുള്ള രീതിയിൽ ഷെരീഫ ടീച്ചർക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ വളരെ പാരമ്പര്യമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളാണ്. അമ്മ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ സിമ്പിളാണെന്ന് എനിക്ക് നേരെ മറിച്ചാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഉമ്മ ഒരിക്കലും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മിഠായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയ്ക്ക് അത് വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു ഉമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും സ്വന്തം വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് ത്യാഗത്തിൻ്റെയും സാധനത്തിൻ്റെയും സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ഉമ്മയല്ല എൻ്റെ ഉമ്മയും. ഞാനും അതുപോലെയുള്ളൊരു ഉമ്മയല്ല. അതുകൊണ്ട് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ KR മീരയൊക്കെ പറഞ്ഞതുപോലെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ്, ബേസിക്കലി ഒരു വ്യക്തിയാണ് ഉമ്മ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് അവസാനിപ്പിക്കുന്നതും. അമ്മ എന്ന ആശയം പലർക്കും പലത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് വളരെയേറെ താല്പര്യമുണ്ട്. ഈ ഒരു പാട്ടിന് ശേഷം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്കൊരു പാട്ടിലേക്ക് കടക്കാം. കാറ്റുപാടും ആഭിരാഗം മോദമായി